നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. ഇന്നൊരു സംഭവം നടന്നു. സംഭവം വേറൊന്നുമല്ല, എന്റെ വീഡിയോസുകൾ സ്ഥിരമായി കാണുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു അണ്ണനുണ്ട്. അണ്ണൻ ഹിന്ദുമത വിശ്വാസിയാണ്. എന്നാൽ ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇതൊന്നുമല്ല. ഇലക്ഷൻ ആകുമ്പോൾ ആരാണോ ഇത് തോന്നുന്ന അങ്ങനെ. പക്ഷെ എന്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്, ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കണം. പക്ഷെ ഇന്നിപ്പോ കുറെ മാസങ്ങൾക്ക് ശേഷം ഇന്ന് ഞങ്ങൾ നേരിട്ട് കാണാനിടയായി ഇവിടെ ഹോട്ടലിൽ വെച്ച്. അങ്ങനെ കാണുന്നതിനിടയിൽ അണ്ണൻ എന്നൊരു ഉപദേശം തന്നു. നീ പള്ളിയിലൊക്കെ പോയി നിസ്കരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, നീ എന്തിനാണ് ഈ ലീഗിനെയും പാണക്കാട് കുടുംബത്തെയൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നത്? അത് ഇസ്ലാം മതത്തിനെതിരെ പറയുന്നതല്ലേ എന്നൊക്കെ എന്റെ അടുത്ത് എന്നെ ഇങ്ങനെ ഉപദേശിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. അപ്പൊ ഞാനിങ്ങനെ അന്തം വിട്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അണ്ണാ, ഈ ഇസ്ലാം മതവും ലീഗും തമ്മിൽ യാതൊരു വിധ ബന്ധവും ഇല്ല. കുറെ ആൾക്കാർക്ക് ശരീരമാണെങ്കിൽ പണിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടും വിയർപ്പിന്റെ അസുഖം ഉള്ളത് കൊണ്ടും ഈ തടി അനങ്ങാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്ലാം മതത്തെ വിറ്റ് ജീവിക്കുന്നവരാണ് ഈ പറയുന്ന ലീഗും അതിന്റെ നേതാക്കളും. അല്ലാതെ ലീഗും ദീനുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ അണ്ണന് പറഞ്ഞോളൂ. അപ്പൊ അണ്ണ എന്റെ അടുത്ത് തിരിച്ചു വെച്ച ചോദ്യം, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഒക്കെ ഉള്ള ആൾക്കാർ എല്ലാവരും എന്തിനാ ഈ ലീഗിന് വോട്ട് ചെയ്യുന്നത്? അവർക്ക് ഇത്രയും MLA എങ്ങനെയാ അവിടുന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അണ്ണന് അർവ TPA അറിയാവോ എന്ന് ചോദിച്ചു. അപ്പൊ അണ്ണ എന്റെ അടുത്ത് ചോദിച്ചു, അർവ TPO അതാരെന്ന്? അപ്പൊ ഞാൻ പറഞ്ഞ, അണ്ണാ, ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ ചൊക്ലി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തിൽ 9ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി ഏണി ചിഹ്നത്തിൽ മത്സരിച്ച വ്യക്തിയാണ് ഈ അർവ TP. അപ്പൊ ചോദിച്ചാൽ അതെന്താ പറയാൻ കാര്യമൊന്നും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ UDF സ്ഥാനാർത്ഥി, അതായത് പാണക്കാട് സാദിഖ് അലി എന്ന് പറയുന്ന മനുഷ്യൻ കൈവച്ച് അനുഗ്രഹിച്ച് എല്ലാ സ്വർഗത്തിലേക്ക് വാഗ്ദാനവും കൊടുത്ത ഈ അർവ TP ഒരു RSSകാരനുമായിട്ട് ഒളിച്ചോടിപ്പോയി. അപ്പൊ എന്റെ ചോദിച്ചു, അതെന്താടാ ഈ പ്രേമോ നീ ഇങ്ങനെ? അപ്പൊ ഞാൻ പറഞ്ഞ ജാതിമതി ഞാൻ പറയുന്ന മൊത്തം കയറി. അപ്പൊ ഈ അർവ TP RSSകാരനായിട്ട് ഒളിച്ചോടിപ്പോയി. അപ്പൊ കോടതിയിൽ കേസെത്തി. അപ്പൊ അർവ TPയുടെ സ്വന്തം ഇഷ്ടപ്രകാരം പുള്ളിക്കാരത്തി RSSകാരനോട് അങ്ങ് പോയി. സ്വാഭാവികം, അതിപ്പോ ആർക്കാരെയും ഇഷ്ടപ്പെടാം, സ്നേഹിക്കാം, പ്രണയിക്കാം, ഒളിച്ചോടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അതൊക്കെ നടന്നോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം കഴിഞ്ഞതുകൊണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനും പറ്റിയില്ല. അങ്ങനെ ഡിസംബർ 11ാം തീയതി ഇലക്ഷൻ വന്നു. അപ്പൊ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാത്തത് കൊണ്ട് ബാലറ്റ് പേപ്പറിൽ അർവ TPയുടെ പേരും ഏണി ചിഹ്നവും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആൾക്കാരൊക്കെ കരുതി അവർക്ക് വോട്ട് ചെയ്തില്ല. കാര്യം എന്താ, ഈ വാർത്ത കേരളത്തിലത്തുള്ള എല്ലാ പഞ്ചായത്തിലും എല്ലാവരും അറിഞ്ഞു. അപ്പൊ ചൊക്ലി പഞ്ചായത്തിലുള്ള 9ാം വാർഡിലുള്ള സകല വാട്സാപ്പ് ഗ്രൂപ്പിലും എല്ലാവരും അറിഞ്ഞ ഈ സംഭവം എല്ലാവരും അറിഞ്ഞു. എന്നിട്ട് RSSകാരന്റെ കൂടെ ഒളിച്ചോടി പോയ അർവ TPക്ക് 135 വോട്ട് കിട്ടി. അപ്പൊ അണ്ണ താടിക്ക് കൈവച്ചിട്ട് ചോദിക്കുക, എടാ അതങ്ങനെയാടാ ഇത്രയും 135 വോട്ട്, ഇത്രയും ഈ സംഭവം എല്ലാവരും അറിഞ്ഞതല്ലേ, പിന്നെ ആരെങ്കിലും? അപ്പൊ ഞാൻ പറഞ്ഞു, അണ്ണാ, അർവ TPക്ക് വോട്ട് ചെയ്ത 135 മൊയന്തുകൾ ചൊക്ലി പഞ്ചായത്തിലെ 9ാം വാർഡിൽ മാത്രമല്ല, ലീഗുള്ള എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും ഇതുപോലെയുള്ള മൊയന്തുകളുണ്ട്. അവരാണ് ലീഗിന്റെ വിജയം. ഈ ലീഗിന് വോട്ട് ചെയ്യുന്ന എല്ലാവരും മൊയന്തുകളെന്നല്ല ഞാൻ പറയുന്നതിനർത്ഥം. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ആ കോണി ചിഹ്നം കണ്ടപ്പോൾ, കോണി വോട്ട് കൊടുത്തില്ലെങ്കിൽ സ്വർഗം നഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ച് ആ കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ആ 135 മൊയന്തുകളെ പോലെ എല്ലാ സ്ഥലത്തും, നമ്മുടെ നാട്ടിലൊന്നുമില്ല, കോഴിക്കോട്, കണ്ണൂര്, മലപ്പുറം, കാസർഗോഡ് ആ ജില്ലകളിൽ ഇതുപോലെയുള്ള മൊയന്തുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അണ്ണ എന്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെയുള്ളവരടുത്ത് നമ്മൾ വികസനത്തെക്കുറിച്ചോ നാടിന്റെ പുരോഗതിയെക്കുറിച്ചോ ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചോ ഒക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ, അണ്ണ, ഒരു കാര്യവുമില്ല. ലോകം അവസാനിച്ചാലും ഇവർക്ക് നേരം വെളുക്കത്തതുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരോട് നമ്മളൊരു ഗുഡ് നൈറ്റ് മാത്രം പറയുക, നമ്മൾ വേറെ ഒന്നും പറയരുതെന്ന് പറഞ്ഞ അണ്ണന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ആ വിഷയം, ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചു. അപ്പൊ ഞാനിത് പറയാൻ കാരണം, പലരുടെയും വിചാരം ഈ ലീഗാണ് ദീനിനെയും ഇസ്ലാമിനെയും കൊണ്ടു നടക്കുന്നതെന്നാണ്. അങ്ങനെയൊന്നും അല്ല സഹോദരങ്ങളെ. ലീഗും ദീനും തമ്മിൽ യാതൊരു വിധ ബന്ധവുമില്ല. ഇസ്ലാം മതവും ഈ മുനാഫിക്ക് ലീഗും തമ്മിൽ ഒരു ബന്ധവുമില്ല. തടി അനങ്ങാതെ ജീവിക്കാൻ വേണ്ടി ആൾക്കാരെ, മതവിശ്വാസികൾ, അതായത് മണ്ട പോയ മതവിശ്വാസികളെ പറ്റിച്ച് ജീവിക്കുന്നവരാണ് ലീഗുകാരെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊക്കെ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്, പള്ളിയിൽ പോകാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, പറ്റുമെങ്കിൽ 2 ഉംറ ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പ്രവാചകനിൽ വിശ്വസിക്കുന്നു, മരിക്കുമ്പം മുസ്ലിമായിട്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരിക്കലും അവരുടെ ഫിത്നയിൽ ഞാൻ തല കൊണ്ട് വെച്ചു കൊടുക്കൂല. ഇതെല്ലാവരും മനസ്സിലാക്കിയാൽ എല്ലാവർക്കും എല്ലാം മനസ്സിലാകും. അപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു.